ഗജാനനം ഭൂതഗണാതിസേവിതം കവിദ്ധജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. യാ കുന്ദേന്ദു തുഷാരഹാരധവളായ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതപരായ ശ്വേതപദ്മാസന യാ ബ്രഹ്മാർച്യുതശങ്കരപ്രഭൃതിഭർദേവൈ സദാ പൂജിത സമാം പാതു സരസ്വതീ ഭഗവതി നിശേഷജാഡ്യാപഹ. ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശാന്താകാരം ഭുജഗശയനം പദ്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. സശങ്കചക്രം സകിരീടകുണ്ഡലം സപീതവസ്ത്രം സരസീരുഹേഷണം സഹാരവക്ഷസ്ഥലകൗസ്തുഭശ്രിയം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. യസ്യ സ്മരണമാത്രേണ ജന്മ സംസാരബന്ധനാത് വിമുച്യതേ. നമസ്തസ്മൈ വിഷ്ണവേ പ്രഭ വിഷ്ണവേ. നമ സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂപൃതേ അനേകരൂപ അരൂപായ വിഷ്ണവേ പ്രഭ വിഷ്ണവേ. ധ്യായേ നിത്യം മഹേശം രജതഗിരിനിഭം ചാരുചന്ദ്രാവതംസം രത്നാകൽപോജ്വലാംഗം പരശുമൃഗവരാ ഭീതിഹസ്തം പ്രസന്നം പദ്മാസീനം സമന്താൽസ്തുതാമരഗണേർവ്യാഘ്രകൃത്യം വസാനം വിശ്വാദ്യം വിശ്വവന്ദ്യം നിഖിലഭയഹരം പഞ്ചവക്ത്രം ത്രിനേത്രം കൈലാസാദ്രിനിഭം ശശാങ്കാകലയാ സ്ഫൂർജടാമണ്ഡലം നാസാലോകനതൽപരം തൃണയനം വീരാസനാധ്യാസിതം മുദ്രാടങ്കകുരംഗജാനുവിലസദ്ബാഹും പ്രസന്നാനനം കക്ഷാബദ്ധഭുജംഗമം മുനിവ്രതം വന്ദേ മഹേശംബരം. ഓം നമ ശിവായ 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 ഓം നമ ശിവായ. നമ ശിവായ രാമമന്ത്രം എത്രയും സുഖപ്രദം സമസ്തദുരിതനാശനം നമ ശിവായ പാഹിമാ. നമ ശിവായ നമ ശിവായ നമ ശിവായ പാഹിമാം. നമോ നമ ശിവായ മേ നമ ശിവായ പാഹിമാം. ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത് കൃപയും സമാധാനവും ശാന്തിയും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യവും. ഓം ലോക സമസ്ത സുഖിനോ ഭവന്ത്. സർവ്വ ഭക്തമക്കളുടെയും കമൻസുകൾ 1-2-3 മക്കളുടെ കമൻസേ വന്നുള്ളൂ. ഞാൻ അതെല്ലാം കൂടെ അടുത്ത ദിവസം പറയാം. പുതുതായിട്ട് ബോംബെയിലെ സുലേഖ അഖിൽ സുലോചന അതൊക്കെ നല്ല കമൻസുകളാണ്. എന്നാൽ ഇന്ന് എഴുതി വെച്ചില്ല പേരുകളൊന്നും. വായിച്ചതിൻ്റെ ജഗദമ്മയുടെയൊക്കെ ഓർമ്മയുണ്ട്, ജയാനില്ല. അങ്ങനെ 3-4 മക്കളുടെ ഗീതാനേര് എല്ലാവരുടെയും എല്ലാം ഭഗവാനിൽ അർപ്പിച്ചു. ഓം ലോക സമസ്ത സുഖിനോഭവം. നമുക്ക് അടുത്ത ദിവസം എല്ലാവരുടെയും പേരുകൾ നമുക്ക് അല്പം നാമം ചൊല്ലിയിട്ട്
ഭാഗവതം വായിക്കാം. ചെറിയ പനിയുടെ ലക്ഷണമുള്ളതുകൊണ്ട് അല്പം ചൊല്ലാമെന്ന് ഞാൻ പറഞ്ഞത്. അച്യുതന്റെ ഗുണം കേട്ടു കേട്ടാവോളം ഇച്ഛ മറ്റൊന്നിലും കൈവരാ നിർണയം. വിശ്വനാഥോദയം കേൾപ്പതിനും മഹാപാപികൾക്കെത്തുമോ കൃഷ്ണരാമാഹരി. കൃഷ്ണരാമാഹരേ 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 വാസുദേവ. കൃഷ്ണരാമാഹരേ കൃഷ്ണരാമാഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നി. ആഭിമുഖ്യം വരും പുണ്യപൂരത്തിനാലാദിനാഥൻ കൃപാലേശമുള്ളോർക്കുടൻ ശാപമുണ്ടായ ശേഷം പരീക്ഷിത്തിനങ് യേശിപോൽ പണ്ടതും കൃഷ്ണരാമാഹരേ. കൃഷ്ണരാമാഹരേ കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമാഹരേ നാരായണ. കൃഷ്ണരാമാഹരേ കൃഷ്ണരാമാഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീൻ. ഇന്ദ്രപൻ പാണ്ഡവന്മാരുടെ പൗത്രനാം ഭാരതെ സങ്കരേ മാതൃഗർഭസ്ഥിതൻ വന്ന ബ്രഹ്മാസ്ത്ര തേജസ്സു തട്ടാതെ ശ്രീകൃഷ്ണനാൽ പാലിതൻ കൃഷ്ണരാമാഹരേ. ഈശ്വരാധീനമെന്നോർത്തു വിശ്വം നൃപൻ വിശ്വസിച്ചു സദാ തൽപദാംഭോരുഹം. വിശ്വരക്ഷാവിധൗ വിഷ്ണു എന്നിത്ര നന്നാരുമോർത്തില്ലഹോ കൃഷ്ണരാമാഹരേ. കൃഷ്ണരാമാഹരേ കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമാഹരേ വാസുദേവ. കൃഷ്ണരാമാഹരേ കൃഷ്ണരാമാഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീ. ഉത്തമൻ ദിഗ്ജയ പണ്ടു ദുഷ്ടൻ കലിവധ്യനല്ലെന്നുറച്ചു ഗുണഗ്രാഹിതാൻ. ഇത്ര നന്നു യുഗം നാമസങ്കീർത്തനാൽ മുക്തനാവാൻ ദൃഢം കൃഷ്ണരാമാഹരി. ഊഢമോദേന നായാട്ടിനായി പോയവൻ കാട്ടിലെങ്ങും നടന്നാർത്തിദാഹങ്ങളാൽ ആശ്രമേ ചെന്നു കണ്ടാൻ മുനിപ്രൗഢനെ ധ്യാനമാർഗസ്ഥിതം കൃഷ്ണരാമാഹരി. കൃഷ്ണരാമാഹരേ കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമാഹരേ നാരായണ. കൃഷ്ണരാമാഹരേ കൃഷ്ണരാമാഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീ. എത്രയും കള്ളനത്രേ മഹായോഗി പോൽ ഇത്ര വെള്ളം കൊടാദാഹമുള്ളോർക്കിവൻ യുദ്ധ ഉള്ളിൽ ക്രുധ ചത്ത പാമ്പൊന്നെടുത്തിട്ടവൻ മെയ്യിലെ കൃഷ്ണരാമാഹരേ. ഏറ്റവും കോപം ഉൾക്കൊണ്ടു തൽപുത്രനങ്ങൂറ്റമായൊരു ശാപം കൊടുത്തു ബലാൽ. ധൂർത്തനാം ഭൂപനെ തക്ഷകൻ താൻ കടിച്ചിടും ഏഴാം ദിനി കൃഷ്ണരാമാഹരേ. കൃഷ്ണരാമാഹരേ കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമാഹരേ കൃഷ്ണരാമ. കൃഷ്ണരാമാഹരേ കൃഷ്ണരാമാഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീ. ഐഹികം തന്നിലുള്ള ആഗ്രഹം പോക്കുവാൻ ഈശ്വരൻ താൻ വരുത്തി നൃപന്നിക്രിയ. അപ്പോഴേ താൻ പിഴച്ചെന്നുതൽ ബാലകൻ തൽപുരം ബുക്കുപോൽ കൃഷ്ണരാമാഹരേ. ഒന്നുകൊണ്ടും നമുക്കിന്നി വയ്യ വിപത്തിന്നു തന്നെ വരുത്തേണമേ തൽഫലം. ഇന്നു ഞാൻ നിന്ദ്യനാകാൻ അഹോ കാരണം കോപശക്തിപദ കൃഷ്ണരാമാഹരേ. കൃഷ്ണരാമാഹരേ കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമാഹരേ വാസുദേവ. കൃഷ്ണരാമാഹരേ കൃഷ്ണരാമാഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീ. ഓർത്തിവണ്ണം തപിക്കും വിധോ ഭൂമിപൻ ശാപമാകർണ്യ കർണാഗതം തൽക്ഷണം തീർത്തുവച്ചാൻ ത്രിലോകത്തിലുള്ള ആഗ്രഹം പാർത്ഥവംശോദ്ഭവൻ കൃഷ്ണരാമാഹരി. ഔരസേ വച്ചു ഭൂരക്ഷയാം ഭാരവും മാനസേ വച്ചു ഗോവിന്ദ പാദാബ്ജവും ചാരുഗംഗാതടം ബുക്കിരുന്നീടിനാൻ ചേരുവാൻ തൊൽപദം കൃഷ്ണരാമാഹരി. കൃഷ്ണരാമാഹരേ കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമാഹരേ വാസുദേവ. കൃഷ്ണരാമാഹരേ കൃഷ്ണരാമാഹരേ വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീ.
അക്ഷണം വന്ന നാനാമുനി പ്രൗഢരെ സൽക്കരിച്ചാശു വന്ദിച്ചിരുത്തി നൃപൻ തൊച്ചിലമ്പം മുനി ശ്രേഷ്ഠനാം ശ്രീശുകൻ തത്ര വന്നു തഥാ കൃഷ്ണരാമാഹരി. കൃഷ്ണരാമാദി നാമങ്ങൾ ഓതാകിലും നിഷ്ഫലം ബ്രഹ്മജന്മം ലഭിച്ചാലതും വിഷ്ണുലോകം ഗമിക്കും മഹാനീചനും വിഷ്ണു സൽകീർത്തനാൽ കൃഷ്ണരാമാഹരി. കൃഷ്ണരാമാഹരി കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ഹരേ വാസുദേവ. കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ഹരി വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീ. നമ്മൾ ഭഗവാന്റെ അതായത് ഗുരുവിൻ മുഖത്ത് പോയി വിദ്യകളെല്ലാം അഭ്യസിച്ചിട്ട് ഗുരുദക്ഷിണയൊക്കെ കൊണ്ടിട്ട് ഭഗവാൻ തിരിച്ച് മധുരയിലേക്ക് വന്ന കാര്യമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. ഭഗവാൻ എന്താണ് ഗുരു ചോദിച്ചത്? എൻ്റെ മകനെ കാണാതെ പോയി പ്രഭാത തീർത്ഥത്തിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടില്ല. എൻ്റെ മകനെ കൊണ്ടുവന്നാൽ എനിക്ക് അതിൽ പരം മറ്റൊരു ആഗ്രഹവും വേറെ എനിക്കൊന്നും വേണ്ട എന്ന് ഭഗവാനോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഭഗവാനും പറഞ്ഞു. അങ്ങനെ ഭഗവാൻ പോയി ആ കുട്ടിയെ യമലോകത്താണ് കുട്ടിയിരുന്നത്. അവിടുന്ന് യമപുരത്ത് നിന്ന് കുട്ടിയെ കാലൻ കൊടുത്തു. ഭഗവാൻ കൊണ്ടുവന്നു, അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. അപ്പോൾ ഇത്രയും ഒരു ഗുരുവിന് പ്രീതിയുള്ളത് ചെയ്തത് ആരും ഈ ത്രിലോകത്തിൽ മറ്റെങ്ങും ഉണ്ടായില്ല. നല്ലത് മേന്മേൽ വരുവിനെ നിങ്ങൾക്ക് മംഗലന്മാർ ഗമിക്കുന്ന ഗുരുവാക്യം. നിങ്ങളിനി സന്തോഷമായിട്ട് പോവുക. ഇത്രയും നന്മ ഇനി മേലുക്കുമേൽ നിങ്ങൾക്ക് വർദ്ധിക്കും എന്നെല്ലാം ഭഗവാനും രാമനും ഗുരുവിൻ്റെ അനുഗ്രഹമൊക്കെ കൊടുത്ത് നന്നായി അവർ തിരിച്ച് പോവുകയാണ്. അങ്ങനെ രാമം മുകുന്ദഞ്ച ഭഗവാനും കൃഷ്ണനും യദുകുലത്തേക്ക് അതായത് മധുരാപുരിയിലേക്ക് പോയി. അപ്പോൾ എന്താ പൂർവ്വധനം കാണാതെ കാലത്താൽ കൈവന്നതുപോലെ എന്നോ ഉള്ളൊരു ധനം കാലം കഴിഞ്ഞ് വന്ന് പെട്ടെന്ന് ഇങ്ങനെ കൈ വന്നപ്പോൾ എന്തൊരു ആനന്ദമാണ്. കാരണം അമ്മയും അച്ഛനും പൂർവ്വധനമല്ലേ. ഭഗവാന് ആസ്വദിക്കാൻ പറ്റിയോ ഈ ധനം? അടുത്ത് അച്ഛനും അമ്മയുടെ കൂടെ വസിക്കാനൊത്തോ? എന്നോ പണ്ടെങ്ങോ ഉള്ളൊരു ധനമല്ലേ, പൂർവ്വം കഴിഞ്ഞ കാലങ്ങളുള്ള ആ ഒരു ധനം കൈ കിട്ടുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അതാണ് ഇവിടെ പറയുന്നത്. അത് കൈവന്നതുപോലെ തുഷ്ടിയുമുണ്ടായി ഭഗവാന്. യാദവന്മാർക്കും അതുപോലെ തന്നെ അവിടെയുള്ള സർവ്വപേർക്കും ആമോദം, അതായത് സന്തോഷം ഇഷ്ടംപോലെ അവിടെ ജനങ്ങൾക്കും ഉണ്ടായി. യാദവ രാമകൃഷ്ണന്മാരെല്ലാം ഒരുമിച്ച് ആമോദമോട് വസിച്ച് സന്തോഷത്തോടെ അവരെല്ലാവരും ഇവിടെ കഴിഞ്ഞു. എന്നിട്ട് ഭഗവാൻ ഈ ജനനമരണമില്ലാത്ത ഭഗവാൻ അവ്യക്തനാണ്, ജന്മനാശാദിഹീനനാണ്. അങ്ങനെയുള്ള ഭഗവാൻ നിശ്ചലത്വം വരുത്തും സത്യമാം കഥാശേഷം വിശ്വമോഹനം പറഞ്ഞിടോ മടിയാതെ. എന്നിട്ട് കേട്ടുകൊള്ളുക, കൃഷ്ണൻ കംസനെ കൊല ചെയ്തു. വാട്ടമെന്നിയെ ഒരു വിഷമമില്ല, സന്തോഷത്തോടെ ആനന്ദത്തോടെ എന്ത് ചെയ്തു? ശിഷ്ടരക്ഷണം ചെയ്തു, ഭക്തന്മാരെ രക്ഷിച്ചു, ദുഷ്ടരെ വധിച്ചിട്ട് ദുഷ്ടത്തരങ്ങളെല്ലാം പോക്കിയിട്ട് ദുഷ്ടന്മാരുടെ ദുഷ്ടത്തരങ്ങളെല്ലാം മാറ്റിയിട്ട് നമുക്ക് അങ്ങനെ ചിന്തിച്ചാൽ മതി. ഭഗവാൻ ആരെയും കൊന്നു കാണത്തില്ല, ശരീരത്തിനെയൊന്നും കൊന്നിട്ടില്ല. അവരുടെ എല്ലാം ഉള്ളത്തിലെ യുദ്ധം ചെയ്താലും എങ്ങനെയായാലും വാഗൊണ്ട് യുദ്ധം ചെയ്താലും മതിയല്ലോ. പിന്നെ വധിക്കുക എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് പ്രവർത്തി ചെയ്ത് കൊല്ലണമെന്നില്ലല്ലോ. നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതും വധമാണ്. കംസ നീ ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇത് തെറ്റാണ്, അങ്ങനെ പറഞ്ഞാൽ അതും വധമാണ്. അതുപോലെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതും പിന്നെ കംസൻ എല്ലാവരെയും ദുഷ്ടത കാണിക്കുന്നു എന്നാൽ നമുക്ക് അവൻ്റെ ദുഷ്ടത ഇല്ലാതാക്കണം, അത് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതും വധമാണ്. പ്രവൃത്തി കഴുത്ത് വെട്ടി കളയുന്നതും വധം, ഇതെന്താ പറയുന്നത്, അതും വധം തന്നെ. അതുകൊണ്ട് ഏത് രീതിയിലായി മനസ്സാ വാച കർമ്മണ ചെയ്യുന്നത് 3 തരത്തിലായാലും വധം വധം എന്നേ പറയത്തുള്ളൂ. അപ്പം ഭഗവാൻ ഇവിടെ മനസ്സുകൊണ്ട് ചിന്തിച്ചും വാഗൊണ്ട് പിന്നെ ശകാരിച്ചും ഒക്കെയാണോ ഇങ്ങനെ ചെയ്തെന്ന് ആർക്കറിയാൻ പറ്റും? നമ്മൾ അന്നില്ലായിരുന്നല്ലോ. ഇത് ഭാഗവത്തിൽ കിടക്കുന്ന യഥാർത്ഥത്തിൽ അങ്ങനെ നമുക്ക് വിശ്വസിക്കരുത്. എങ്ങനെയാ? ഈ വധം 3 തരത്തിലും വധമാണ്. അതുകൊണ്ട് നമ്മൾ നിഗ്രഹിച്ചു നമ്മുടെ മനസ്സിലിരിക്കുന്ന കാമക്രോധാദികളെ നമ്മൾ വധിച്ചു എന്ന് പറയുമ്പോൾ നമ്മളതിനെന്താ വെട്ടിക്കൊന്നെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ഉള്ളത്തിൽ നിന്ന് ഒഴുകി കളയുന്നു. ജ്ഞാനമാകുന്ന വാളിനാൽ ഛേദിച്ചു എന്ന് പറയാൻ എൻ്റെ അർത്ഥം എന്താണ്? ഒരു വാള് കൊണ്ട് ഛേദിക്കുന്നതല്ല അതിൻ്റെ അർത്ഥം. വാളിനാൽ ഛേദിച്ചാൽ ജ്ഞാനമാകുന്ന അറിവ് കൊണ്ടാണ് ഛേദിച്ചത്. അതുപോലെ ഭഗവാനും ജ്ഞാനമാകുന്ന അറിവുകൊണ്ട് കംസന്റെ ദുഷ്ടത്തരത്തെ ഛേദിച്ചു കളയാം, അതിനെ വധിക്കുന്ന നമുക്ക് പറയാം. അതല്ലാതെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെ വധിച്ചു കാണത്തില്ലെന്ന് എനിക്ക് നല്ലതായിട്ട് ഉറപ്പുണ്ട്. അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. കാരണം ഇത് അറിയാത്തവർക്ക് എങ്ങനെയും ചിന്തിക്കുന്നു, അത്രയേ ഉള്ളൂ. നമുക്ക് അറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഞാൻ ചിന്തിച്ചതുപോലെ ചിന്തിക്കും. പിന്നെ
പോകെ പോകെ. അതിനു മുമ്പ് എല്ലാവരും ധരിക്കും, ഞാനും പണ്ടിങ്ങനെ ധരിച്ചു. ഇപ്പം എനിക്കങ്ങനെ ധരിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ ധരിക്കുന്നത് ഇങ്ങനെയാണ്, ജ്ഞാനമാകുന്ന. കാരണം അറിവ് കൊണ്ട് ഭഗവാൻ അദ്ദേഹത്തിനെ ഛേദിച്ച് കളഞ്ഞു, അദ്ദേഹത്തിലിരിക്കുന്ന ദുഷ്ടത്തരത്തെ എന്നേ എനിക്ക് പറയുന്നുള്ളൂ. നമ്മൾ എങ്ങനെയോ ചിന്തിക്കുക, എല്ലാം അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചിന്തിച്ചാലും ഭഗവാൻ ഒരു ദേഷ്യവും ഉണ്ടാവത്തില്ല. നമ്മുടെ അറിവില്ലായ്മ കൊണ്ടല്ലേ, അതുകൊണ്ട് ഭഗവാൻ കംസനെ കൊല ചെയ്തു, നന്നായി ശിഷ്ടരക്ഷണം നടത്തി, ആനന്ദത്തോടെ എല്ലാവരും രക്ഷിച്ചു. അങ്ങനെ ഭഗവാൻ മധുരയിൽ ഇങ്ങനെ സുഖമായി വാഴുന്ന നാൾ ഒരു ദിവസം ജീവശിഷ്യനായ ഏറ്റവും ഉത്തമനായ ആരാണ്? ഉദ്ധവര്. ഏറ്റവും ഉത്തമനായ വെച്ചാൽ അത്രയും ഉത്തമന്മാരാരുമില്ല ഭഗവാൻ. അത്രമാത്രം ജീവന് തുല്യമായ ഒരു ശിഷ്യനാണ് ഈ പിന്നെ ഉദ്ധവരെന്ന് പറഞ്ഞ ആള്. അപ്പോൾ നിജഭാവത്തെ, അദ്ദേഹത്തിൻ്റെ ഭാവം മുന്നം അറിഞ്ഞു ഭഗവാൻ. ഈ മന്ത്രിയായിട്ടൊക്കെ ഉദ്ധവരിരുന്ന് കാണും. അപ്പോൾ അങ്ങനെയുള്ള മന്ത്രികൾ വെച്ച് ഏറ്റവും കേശവഭക്തനാണ്. ഇപ്പം കംസൻ രാജാവായിട്ടിരുന്നപ്പോൾ ഉദ്ധവരവിടെ മന്ത്രിയായിട്ടിരുന്ന് കാണും. എനിക്കറിയില്ല, ഞാനിതൊക്കെ വായിച്ചത് ഇപ്പോഴൊക്കെ അല്ലയോ, എനിക്കിതൊന്നും പറഞ്ഞു തരാൻ ആളില്ലാത്തതുകൊണ്ട് നമ്മളെല്ലാം ഊഹിച്ചല്ലേ പറയാം. അതുകൊണ്ട് ഭഗവാന്റെ ഭക്തനായിരുന്ന ഉദ്ധവൻ ജ്ഞാനസമ്പന്നനാണ്, അറിവിൻ്റെ അത്രമാത്രം ഉന്നതിയിലെത്തിയ ആളാണ്, സമ്പന്നനാണ്. അവിടെ ഒട്ടും മുട്ടില്ല ജ്ഞാനത്തിന്, അറിവിന്. എന്ത് ചോദിച്ചാൽ ഉത്തരം അറിയാനുള്ള സമ്പന്നത നേടിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സത്യബുദ്ധിമാനായിരുന്ന ഈ ഉദ്ധവരെ സത്വരം വിളിച്ച് അതിമന്ദഹാസനെ ഭഗവാൻ ഉദ്ധവരുടെ കരം പിടിച്ച് പറയുന്നു. എന്താ പറയുന്നത് നമുക്ക് നോക്കാം. നമ്മൾ അവിടം വരെയാണ് വായിച്ചത്, അതൊന്ന് ഓർമ്മപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഭഗവാൻ കേശവഭക്തനായിരിക്കുന്ന ഉദ്ധവരെ ഭഗവാന്റെ അത്രമാത്രം സ്നേഹവും ഭക്തിയായിട്ട് ഇരിക്കുകയായി ഉദ്ധവർ. അതുകൊണ്ട് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഇംഗിതം, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ മന്ത്രികളിൽ വെച്ച് ഭഗവാനെ തന്നെ ഭക്തനായിരിക്കും, കൃഷ്ണഭക്തനായിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ നിറകുടമായിരിക്കുന്ന അദ്ദേഹത്തിനെ, അത് സത്യബുദ്ധിമാനും കൂടെയാണ്. സത്യത്തിൽ നിന്ന് യാതൊരു മാറ്റമില്ലാത്ത അദ്ദേഹത്തെ ഭഗവാൻ കൈക്ക് പിടിച്ച് പറയുവാണ്. എന്താ നമുക്ക് നോക്കാം, നമുക്ക് വായിച്ച് നോക്കാം. ഞാൻ വായിച്ച് നോക്കിയില്ല, കഴിഞ്ഞ വർഷം വായിച്ചകളിൽ നിന്ന് ഒരിട്ടം പോലും വായിക്കാൻ പറ്റിയില്ല, എനിക്ക് വയ്യായിരുന്നു, കാറ്റ് സമ്മതിക്കുന്നില്ല. ബുദ്ധിശുദ്ധിയും ജീവജന്തുക്കൾ തന്നിൽ കൃപ, കേവലം സമത്വവും ദൈവവിശ്വാസമതും, കേവലം സത്വഗുണലക്ഷണങ്ങളും ഇവ ഏറെയുള്ളൊരു ഭവാൻ, എന്നുടെ ജീവനേക്കാളേറെയുണ്ടടോ നിന്നെ സ്നേഹമെന്നറിഞ്ഞാലും. നമ്മൾ ഇന്നലെ ഇത് വായിച്ചല്ലോ, ഇത്രേ വായിച്ചുള്ളൂ. അപ്പോൾ ബുദ്ധിയും ശുദ്ധിയും സർവ്വജന്തുക്കളിലും കൃപയും, എല്ലാവരോടും സമത്വമായിരിക്കുന്ന സമചിത്തത, സമദൃഷ്ടി, ഒരു പക്ഷിയെന്നോ മൃഗമെന്നോ മനുഷ്യനെന്നോ ഒന്നുമില്ല, എല്ലാവരോടും ഒരേ സമത്വം. എന്തുണ്ട്? ദൈവവിശ്വാസമുള്ളവർക്ക് ഇത് ഉണ്ടാവുമല്ലോ, സമത്വം ഉണ്ടാവും. കേവലം സത്വഗുണ ലക്ഷണങ്ങൾ, ഇതെല്ലാം എന്താ ഉള്ളത് ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക്? സത്വഗുണം. അപ്പം ത്രിഗുണങ്ങളായുള്ളതിൽ ഏറ്റവും ഉത്തമനായിരിക്കുന്ന ഈ ഉദ്ധവർക്ക് സത്വഗുണമാണ് ഇരിക്കുന്നത്. അത് അങ്ങനെയുള്ള ഭവാൻ, അങ്ങനെയുള്ള ഉദ്ധവർ ഭഗവാന്റെ എന്നുടെ ജീവനേക്കാൾ, അപ്പം ഏറെയുള്ള, എന്താ ഏറെയുള്ളത്? സത്വഗുണ ലക്ഷണം. ഇവ എല്ലാം എന്താ? ബുദ്ധിയും ശുദ്ധിയും ജന്തുക്കളിൽ കൃപയും സമത്വവും, എല്ലാവരോടും സമത്വവും ദൈവവിശ്വാസവും സത്വലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയ ഏറെയുള്ളൊരു ഭവാൻ, അതായത് ഉദ്ധവർ, എന്നുടെ ഭഗവാന്റെ ജീവനേക്കാൾ ഏറെയുണ്ടടോ, ഭഗവാന്റെ ജീവനേക്കാൾ വളരെ വളരെ ഉണ്ടടോ സ്നേഹം. ഭഗവാന്റെ ശരീരത്തെക്കാൾ, ഭഗവാനെ ശരീരമല്ല, ഭഗവാൻ എന്താണ്? ഞാനായവൻ, ആ ഞാനിനേക്കാൾ, പരമാത്മാവിനേക്കാൾ, അത് ഭഗവാനേക്കാൾ, അതായത് ഭഗവാന്റെ ശരീരം എന്നല്ല എൻ്റെ അർത്ഥം, ഭഗവാനേക്കാൾ ഏറെ സ്നേഹം ആരെയുണ്ട്? ഉദ്ധവരോടുണ്ട് ഭഗവാന്. അതുകൊണ്ട് ഏറെ ഉണ്ടടോ നിന്നെ സ്നേഹമെന്നറിഞ്ഞാലും. അപ്പം ഭഗവാനെ എത്രമാത്രം സ്നേഹിക്കുന്നു ഭഗവാൻ, അതിനേക്കാൾ ഉപരി ഈ ഇദ്ദേഹത്തിൻ്റെ സ്നേഹമുണ്ടടോ എന്ന് പറയുന്നു. കാരണം എന്താ? ഭഗവാന്റെ അതേ സ്വഭാവങ്ങളെല്ലാം ഇദ്ദേഹത്തിന് കൊണ്ട്. നമ്മൾ എന്ത് ചിന്തിക്കണം? നമ്മളും ഭഗവാനേക്കാൾ നമ്മളെ സ്നേഹിക്കണമോ? ഭഗവാന്റെ ഗുണങ്ങളെല്ലാം, സത്വഗുണം നമുക്ക് ഏറെ എങ്ങുണ്ടെങ്കിൽ ഭഗവാൻ അതുപോലെ നമ്മളെ സ്നേഹിക്കും, അത് ഉറപ്പാണ്. എനിക്കത് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഒന്നും ഇത് വലിയ പ്രയാസമൊന്നുമില്ല, നല്ല എന്താ പറയുക, ഇതിൽ പറയുന്നതൊക്കെ അങ്ങ് പാലിച്ചാൽ മതി. ആകയാൽ ഇന്ന് നമുക്ക് ഉപകാരാർത്ഥമായി ഗോകുലത്തിന് ഗമിച്ചങ്ങ് ചെന്നൊന്നു വേണം. ഇത്രയെല്ലാം സ്നേഹം ഏറെ ഉള്ളതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യണം? അതുകൊണ്ട് നമുക്ക് ഉപകാരാർത്ഥമായി ഭഗവാന് അല്പം ഉപകാരം ചെയ്തു കൊടുക്കണം.
എന്താണ്? ഗോകുലത്തിന് ഗമിച്ച് അങ്ങ് ചെല്ലുകണം. അവിടേക്ക് വൃന്ദാവനത്തിലേക്കൊന്ന് പോയിട്ട് വരണം. ഗമിക്കുക എന്ന് വെച്ചാൽ അവിടേക്കൊന്ന് പോകണം. എനിക്ക് ഏറ്റവും കൂടുതൽ ഉത്തമനായി തന്നെ പറഞ്ഞയക്കാൻ പറ്റിയ ഒരു വിശ്വാസവും ഭഗവാനുള്ള ഭക്തനും എല്ലാം കൊണ്ട് നോക്കുമ്പോൾ സത്വലക്ഷണവും എല്ലാം ആയതുകൊണ്ട് എനിക്കിതിൽ കൂടുതൽ ആരും എനിക്കിതിൽ പരമായിട്ട് ആരും എനിക്കില്ല. ഇത്രയും ഭഗവാന്റെ ഉള്ളത്തിലിരിക്കുന്ന തുറന്ന് പറയാനുള്ള ഒരു വ്യക്തിയായിട്ട് ഉദ്ധവരേ ഉള്ളൂ. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, എനിക്ക് ഉപകാരം നമുക്ക് വെച്ചാൽ ഭഗവാന് ഉപകാരാർത്ഥമായി അവിടം വരെ ഒന്ന് പോകണം. ഗോകുലത്തിലേക്ക് വൃന്ദാവനത്തിൽ. കാരണം യശോദാമ്മയും നന്ദഗോപരും ഗോപസ്ത്രകളെല്ലാം അവിടെ വിഷമിച്ചിരിക്കുകയല്ലേ. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു അവിടം വരെ ഒന്ന് പോകണം. താതനും മാതാക്കൾക്കും ശോകത്തെ കളയണം. അമ്മയ്ക്കും അച്ഛനും, അത് അച്ഛനും അമ്മയ്ക്കും വിഷമത്തെ കളയണം. ചേതസിൽ എന്നെ പിരിഞ്ഞിടുക നിമിത്തമായി. അപ്പോൾ എന്നെ പിരിഞ്ഞിരിക്കൊണ്ട് അവർ വിഷമിച്ചിരിക്കുകയാണ്, എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ. അതുകൊണ്ട് അവരുടെ ശോകത്തെ, അവരുടെ വിഷമത്തെ കളയാൻ വേണ്ടിയാണ്. എന്നിട്ടോ താതനും മാതാക്കൾക്കും ശോകത്തെ കളയണം. ചേതസിൽ എന്നെ പിരിഞ്ഞിടുക നിമിത്തമായി. എന്നെ പിരിഞ്ഞിരിക്കുകയല്ലേ. ആ അമ്മയാണെങ്കിലോ ഉത്സവത്തിന് പോയ മകനെ പിന്നെ അങ്ങോട്ട് ചെന്നത് അച്ഛനും കുറച്ച് കുട്ടികളുമേ ചെന്നിട്ടുള്ളൂ. ഭഗവാൻ അങ്ങോട്ട് ചെന്നില്ല. രാമനും കൃഷ്ണനും ഇവിടെ അകപ്പെട്ടിരിക്കുക. അപ്പോൾ ഭഗവാൻ അറിയാം എത്രയാലും കുഞ്ഞുനാളാണോ ജനിച്ചപ്പോൾ തൊട്ടേ വളർത്തുന്നത് അമ്മയല്ലേ. ആ അമ്മയ്ക്ക് എത്രത്തോളം ശോകം കാണുന്നത് ഭഗവാന് തീരുമാനിക്കാൻ കഴിയും. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, അവിടെ എൻ്റെ അച്ഛനും അമ്മയും വിഷമിച്ചിരിക്കുന്നു, ശോകത്തെ കളയണം. എന്നെ ചേതസിൽ, അവരുടെ ഉള്ളത്തിൽ എന്നെ തന്നെ പിരിഞ്ഞത് കൊണ്ട്, അത് നിമിത്തം കൊണ്ട് അവർ വിഷമിച്ചിരിക്കുന്നു. താപത്തെ, അവർ ദുഃഖത്തെ പൂണ്ട് വാഴും ഗോപീജനത്തോടും. അപ്പോൾ ചേതസിൽ ഭഗവാനെ പിരിഞ്ഞിരിക്കുന്ന അവർ മാത്രമല്ല, ദുഃഖം പൂണ്ടിരിക്കുന്നു. ആരാ? ഗോപികാജനങ്ങൾ. അവിടെയുള്ള ഗോപികളും എല്ലാവരും, അത് ഗോപികമാരും ഇരുകൂട്ടരും. കാരണം ആണും പെണ്ണും. കാരണം ഭഗവാന്റെ സുഹൃത്തുക്കളായ ഗോപികളുമുണ്ട്, ഗോപികമാരുമുണ്ട്. അവരെല്ലാവരും താപം കൊണ്ട് കഴിയുവാണ്. താപഹീനാർത്ഥം എൻ്റെ സന്ദേശവാക്യത്തെയും ചൊല്ലി നീ അവർക്കുള്ളിൽ അല്ലലും മോചിപ്പിച്ചു നല്ല മാനസം തീർച്ചിങ്ങി വന്നിട വേണം. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു അവിടേക്ക് പോയിട്ട് താപഹീനാർത്ഥം ഈ വിഷമങ്ങളെല്ലാം നശിപ്പിച്ചിട്ട് എൻ്റെ സന്ദേശവാക്യം, ഞാൻ തന്നുവിടുന്ന സന്ദേശമുണ്ട് അവർക്ക് കൊടുക്കാനായിട്ട്. വാക്കുകൾ അത് ഒന്നീ എഴുത്തായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഭഗവാന്റെ വാക്കുകളായാലും അവിടെ എൻ്റെ സന്ദേശം വാക്യങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ചൊല്ലിയിട്ടെന്നാ പറയുക. അവിടെ എൻ്റെ വാക്കുകളുടെ എഴുത്തല്ല, എൻ്റെ സന്ദേശവാക്യം, എൻ്റെ വാക്യം ചൊല്ലി അവിടെ നിന്ന് പറഞ്ഞ് നീ അവർക്ക് ഉള്ളിലെ അല്ലലെ മോചിപ്പിച്ച് നല്ല മാനസം അവർക്ക് തേർച്ചിങ്ങി വന്നിട വേണം. ഇതെല്ലാം അവർക്ക് കൊടുത്തിട്ട് വേണം വരാൻ. അപ്പോൾ അവരെ ഇതെല്ലാം പറഞ്ഞ് തോന്നിപ്പിക്കണം. അമ്മയുടെ വിഷമങ്ങളും അച്ഛൻ്റെ വിഷമങ്ങളും വിഷമങ്ങളെല്ലാം തീർത്തിട്ട് അവരെ മോചിപ്പിക്കണം. ഈ വിഷമങ്ങളെല്ലാം കളയിച്ചിട്ട് അതെല്ലാം അവരെ നല്ലതായിട്ട് തോന്നിപ്പിക്കണം. ഇതെല്ലാം പറഞ്ഞ് നന്നായി അവർക്ക് എന്താ പറയുക, ഇഞ്ചക്ഷൻ കുത്തിവെക്കുന്നത് പോലെ ഭഗവാന്റെ വാക്യങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ വേണം അവരുടെ മനസ്സ് ഇതെല്ലാം തോന്നിച്ച് വിഷമങ്ങളെല്ലാം മാറ്റാൻ. അതിന് പറ്റിയ ആളാണ് ഉദ്ധവരെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് താപഹീനാർത്ഥം വിഷമിച്ച് ഇരിക്കുന്നവരുടെ ദുഃഖങ്ങളെല്ലാം തീർത്ത് ഹീനം കളഞ്ഞിട്ട് എൻ്റെ സന്ദേശവാക്യത്തെയും പറഞ്ഞ് ചൊല്ലി നീ അവർക്കുള്ളിൽ അല്ലല്ലോ, അവർക്ക് ഉള്ളിലെ വിഷമങ്ങളെല്ലാം കളഞ്ഞ് മോചിപ്പിച്ചെന്ന് പറഞ്ഞാൽ കളഞ്ഞ് നല്ല മാനസം അതെല്ലാം കളയിപ്പിച്ചിട്ട് എല്ലാം തോന്നിപ്പിക്കുമാരെല്ലാം തീർച്ചിങ്ങി അതെല്ലാം കളഞ്ഞിട്ട് നന്നായി അവരെ മനസ്സിലാക്കി വിഷമങ്ങളെല്ലാം മാറ്റി നല്ല മനസ്സോടുകൂടെ അവരെ ആക്കിയിട്ട് വേണം ഇങ്ങോട്ട് പോരാൻ. തന്നെ പിതൃമാതൃഭർത്തൃ ബാന്ധവന്മാരെ തന്നെയും സുതരെയും എന്മൂലം ഗോപീജനം നിർമ്മലാത്മാക്കളും ഉപേക്ഷിച്ചിരിക്കുന്ന മൂലം നന്മകൾ വരുത്തുവാൻ ഞാനെന്നേ അവർക്ക് ഇല്ല. തന്നെ പിതൃമാതൃഭർത്തൃ ബാന്ധവന്മാരെ തന്നെയും, അതായത് ആരാ? ഈ ഗോപികളെ തന്നെ, അവരുടെ പിതാക്കളും മാതാക്കളും ഭർത്താക്കന്മാരും ബാന്ധവന്മാരും ബന്ധുക്കളും എല്ലാ മക്കളെയും മൂലം, ഭഗവാൻ മൂലം, ഗോപീജനം, അതായത് ഭഗവാൻ ഓടക്കുഴലൊക്കെ പിന്നെ നാദം കേൾക്കുമ്പോൾ ഇവർ സർവ്വതും ഭർത്താവിനെയും മക്കളെയും കുഞ്ഞും കുട്ടിയും എല്ലാം ഉപേക്ഷിച്ച് വീടും കൂടെല്ലാം ഉപേക്ഷിച്ചാണല്ലോ ഭഗവാൻ അടുക്കലേക്ക് പോയി. ഭക്തമക്കൾ അങ്ങനെയാണ്.
ഭഗവാൻ എന്ന് കേൾക്കുമ്പോൾ ഭക്തരാണ്, അല്ലാത്തവരല്ല. അല്ലാത്തവർക്ക് ഈ ഈ ലോകം കളഞ്ഞിട്ട് ഒരിക്കലും ഭഗവാന്റെ അടുക്കലോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അവർ എൻ്റെ കുഞ്ഞെ, എൻ്റെ വീടേ എന്നും പറഞ്ഞിരിക്കും. ഇവിടെ ഒരുവിധം നല്ല ഗോപികൾ അവിടെ ഉണ്ടായിരുന്നു. അത് ഭഗവാനെ മനസ്സിലാക്കിയപ്പോൾ അവരെല്ലാം ഭഗവാന്റെ അടുക്കലേക്ക് ഓടി, ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട്. അതുകൊണ്ട് പറഞ്ഞു, തന്നെ അതായത് ഈ ഗോപികളുടെ പിതാവും മാതാവും ഭർത്താവും ബന്ധുക്കാരും തന്നെയും സുതരെയും മക്കളെയും മൂലം ഭഗവാൻ മൂലം ഈ ഗോപീജനങ്ങൾ നിർമ്മലാത്മാക്കളാണ്. അവർ നിർമ്മലാത്മാക്കൾ ഉപേക്ഷിച്ചിരിക്കുന്ന മൂലം ഇങ്ങനെയുള്ള നിർമ്മലാത്മാക്കൾ ഇവരെല്ലാം ഉപേക്ഷിച്ചത് കൊണ്ട് നന്മകൾ വരുത്തുവാൻ ഞാൻ ഇനി അവർക്കില്ല. അപ്പോൾ ഭഗവാൻ ഉണ്ടെങ്കിലേ അവർക്ക് നന്മയുള്ളൂ ഭഗവാൻ അറിയാം. ഞാനല്ലാതെ അവർക്ക് ആരുമില്ല. ഞാൻ മൂലം അവർക്ക് ഇവരെല്ലാം നഷ്ടപ്പെട്ടിരിക്കുക. അവരുടെ ഭർത്താവും ബന്ധുക്കളും സ്വന്തക്കാരും അമ്മമാരും മക്കളും ഒക്കെ ഭഗവാൻ കാരണം അവരാരുമില്ല. ആശ്രയമായിട്ട് ഞാൻ തന്നെ ഉള്ളെന്ന് ഭഗവാന്റെ ഉള്ളത്തിൽ അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഭഗവാൻ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഭഗവാൻ വന്ന് അവതാരം എടുത്തത് എന്തിനാ? ദുഷ്ടരെ എല്ലാം ദുഷ്ടതരങ്ങൾ മാറ്റാനാണല്ലോ, ധർമ്മം വീണ്ടെടുക്കണ്ടേ. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള നിർമ്മലാത്മാക്കളിലേക്ക് ഈ കുട്ടികൾക്ക് ഗോപീജനങ്ങൾക്ക് നന്മകൾ കൊടുക്കാൻ, നന്മ വരുത്താൻ. എന്താ നന്മ? നന്മ എന്താണ്? ഈ വാക്കുകളൊക്കെ തന്നെയാണ് നന്മ. ഇത് അവരെ ആക്കിയെടുക്കണം. ഭഗവാന് അവർക്ക് ബ്രഹ്മാനന്ദതൊക്കെ ലയിപ്പിച്ചു, രാസക്രീഡയും വനക്രീഡയൊക്കെ കൊടുത്ത് ലയിപ്പിച്ചെങ്കിലും അവർക്ക് അറിവില്ലല്ലോ. ആ അറിവ് അപ്പോൾ ഭഗവാൻ അന്നേരം അവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തതല്ലാതെ അവർക്ക് അറിവ് വന്നില്ല. നന്മകളൊന്നും അറിഞ്ഞു വരണം, അതൊക്കെ ഭഗവാൻ ഉപദേശം കൊടുക്കണ്ടേ ഈ കുട്ടികൾക്ക്. അപ്പം നന്മകൾ വരുത്തുവാൻ, അല്ല അവർക്ക് കുറേ ധനങ്ങൾ വാരി കൊടുക്കണമെന്നല്ല, അവരുടെ ഉള്ളത്തിൽ പരബ്രഹ്മത്തെ അറിയാനുള്ള നന്മകൾ. അങ്ങനെ വന്നെങ്കിലല്ലേ ഭാവിയിൽ നിലനിൽക്കൂ. പെട്ടെന്ന് ഭഗവാനോട് ചേർന്ന് നിന്ന് ലയിച്ചെന്ന് പറഞ്ഞ് അവർക്ക് എല്ലാ വിദ്യയും കിട്ടിയെന്ന് അർത്ഥമുണ്ടോ? ഒരു ജ്ഞാനിയാകണമെങ്കിൽ എല്ലാം ഒത്തുവരണമെങ്കിൽ നമ്മൾ ഒരുപാട് അറിവ് ഉള്ളത്തിലാക്കണ്ടേ. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, നന്മകൾ വരുത്തുവാൻ ഞാനല്ലാതെ അവർക്ക് ആരുമില്ല. ഇങ്ങനെ സന്ദേശമാം വാക്കുകൾ കൃഷ്ണൻ ചൊന്നാൻ. ഇതെല്ലാം ഈ സന്ദേശമാണ് ഇവിടെ ബുദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇതെല്ലാം ഇവിടെ ചെന്ന് കൊടുക്കാനാ? വൃന്ദാവനത്തിൽ ചെല്ലുമ്പോൾ ഈ സന്ദേശ വാക്യങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഭഗവാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു. ഇങ്ങനെയുള്ള ഈ സന്ദേശമാകുന്ന ഈ വാക്കുകൾ എല്ലാം കൃഷ്ണൻ പറഞ്ഞു. മംഗള നിർവോത്തമാ കേട്ടാലും ഇനിയും നീ. അതുകൊണ്ട് മംഗള നിർവോത്തമാ കേട്ടാലും എന്ന് വെച്ചാൽ എന്താണ്? ഇത് പരീക്ഷിത് മഹാരാജാവിനോട് ഇക്കാര്യങ്ങൾ ശുഭമഹാനോട് നിർവോത്തമ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം രാജാവെന്ന്. ഉദ്ധവര് രാജാവല്ല. അപ്പം മംഗള നിർവോത്തമൻ എന്ന് വെച്ചാൽ എന്താണ്? നൃപൻ രാജാവാണ്. ഇത് ഈ കഥകൾ ഈ പറഞ്ഞ ഭഗവാനുടെ ഗോപികളുടെയൊക്കെ വിഷമങ്ങൾ മാറ്റാൻ ഉദ്ധവരുടെ കരം പിടിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് പരീക്ഷത്തെ ഇത് കേൾക്കൂ. ഇനിയും ഉണ്ട്, കേട്ടാലും ഇനിയും പറയാനുണ്ട് പരീക്ഷത്തെ, ഞാൻ പറയാം. മംഗലനുദ്ധവനും നാഥന്റെ ആജ്ഞയാലേ. അങ്ങനെ ഭഗവാന്റെ ആജ്ഞപ്രകാരം ഉദ്ധവൻ എന്ത് ചെയ്തു? മംഗലൻ കൃഷ്ണൻ തന്നെ തന്നുള്ളിലാക്കിക്കൊണ്ട് തന്നോട് തേരിലേറി ഗോകുലേ ചെല്ലുന്നേരം അങ്ങനെ ഭഗവാന്റെ ആജ്ഞ കേട്ടു മംഗല. അപ്പം എന്താ പറയുന്നത് ഇദ്ദേഹം? ഈ ശുഗമഹാമുനി ഇനിയും ഉണ്ട്, കേട്ടാൽ ഇനിയാണ് രസം. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. ഇങ്ങനെ സന്ദേശമാ വാക്കുകളെല്ലാം ഭഗവാൻ ഇങ്ങനെ കൊടുത്തിട്ട് മംഗള നിർവോത്തമ മംഗളമായിരുന്ന പരീക്ഷത്തെ കേട്ടാൽ ഇനിയും ഞാൻ പറയാം, നിനക്ക് നീ കേൾക്കൂ. ഇങ്ങനെ മംഗലൻ ഉദ്ധവന് നാഥന്റെ ഭഗവാന്റെ ആജ്ഞപ്രകാരം മംഗലൻ കൃഷ്ണൻ തന്നെ തന്നുള്ളിലാക്കിക്കൊണ്ട്, അങ്ങനെ മംഗലൻ കൃഷ്ണൻ എന്ന് പറഞ്ഞ ആ ഭഗവാനെ തന്നെ എന്ത് ചെയ്തു? തന്നുള്ളിലാക്കി. ഈ പരമാത്മാവായ കൃഷ്ണനെ തന്നെ തന്നുള്ളിലാക്കി. ആരാ? ഉദ്ധവര്. ഉള്ളിലാക്കിയ വെച്ചാൽ എന്താണ്? പരബ്രഹ്മത്തെ ഉദ്ധവരുടെ ഉള്ളിലേക്ക് അങ്ങ് വഹിച്ചിട്ട് എന്ത് ആക്കിക്കൊണ്ട് തന്നെ തേരിലേറി ഗോകുലേ ചെല്ലുന്നേരം. അപ്പോൾ ഉള്ളത്തിൽ ആരായിരിക്കുന്നത്? അദ്ദേഹം തേരിൽ പോകണമെങ്കിലും ഭഗവാന്റെ ആജ്ഞപ്രകാരം സന്ദേശവാക്യങ്ങളുമായിട്ട് പോകുക വൃന്ദാവനത്തിലേക്ക്. അപ്പോൾ ഭഗവാനെ തന്നെ ഉള്ളിലങ്ങ് ആക്കി. അദ്ദേഹം അത്ര ഭക്തനല്ലേ. അപ്പോൾ ഭഗവാനെ തന്നെ ഉള്ളിലാക്കിക്കൊണ്ട് അദ്ദേഹം തേരിലേറി ഗോകുലേ ചെല്ലുന്നേരം വന്നിതു സന്ധ്യാകാലം. അപ്പോൾ ചെന്നപ്പോഴത്തേക്ക് സന്ധ്യയായി. അന്നേരം ഗോകുലത്തിൽ വന്നു ഗോവൃന്ദം പശുപാല സംഘങ്ങളോടും. മേയാൻ പോയ പശുക്കളെല്ലാം സന്ധ്യയായപ്പോഴത്തേക്ക് എല്ലാവരുടെയും ഗോകുലത്തിലേക്ക് എല്ലാ പശുക്കളുമായിട്ട് വരുന്നു. സംഘം പശുപാല സംഘം വെച്ചാൽ എന്താ? പശുക്കളും പാലന്മാരും അവരെ പാലിക്കുന്നവരും കൂട്ടത്തോടെ സംഘങ്ങളോടും എല്ലാം ഗോവൃന്ദം ഗോക്കളും എല്ലാമായിട്ട് സന്ധ്യാകാലമായ ഗോകുലത്തിലെ പശുക്കളെല്ലാവരും ഗോപിയും
അതായത് കൂടെ പോന്ന ഗോപാലന്മാരും സർവ്വ പേരും കൂടെ സന്ധ്യ ആയപ്പോൾ എല്ലാവരും വരുന്ന സമയമാണ് ഇദ്ദേഹം അവിടേക്ക് ചെല്ലുന്നത്, തേരിലേറി ചെല്ലുന്നത്. അന്നിലം എല്ലാം അപ്പോൾ പാംസധൂളിതമായി. ഈ പശുക്കൂട്ടങ്ങളെല്ലാം കൂടി ഇങ്ങനെ കയറുണ്ടോ കയറുണ്ടോന്ന് അറിയില്ല, എന്നാലും ചടപടാന്നില്ലേ എല്ലാം കൂടെ നടക്കുമ്പം ടാറിങ്ങുള്ള റോഡൊന്നും അല്ലല്ലോ, മണ്ണൊക്കെ ഇങ്ങനെ ഇളകി പാംസ് പൊടികളുണ്ട്. അപ്പോൾ ഇദ്ദേഹം സന്ധ്യാകാലമായി ഗോകുലത്തിൽ പശുക്കുട്ടികളും എല്ലാ ഗോവൃന്ദങ്ങളെല്ലാം കൂട്ടത്തോടെ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് ഗോവൃന്ദം പശുപാല സംഘങ്ങളോടും ചെന്നപ്പോൾ അന്നിലം ആ തറ അവിടെ എന്താ എല്ലാം അപ്പോൾ പാംസ് ധൂളിതമായി, പൊടി കൊണ്ട് അവിടെ പുക പോലെ ആകും. നമുക്ക് ടാറില്ലാത്ത റോഡിൽ പിന്നെ ബസ്സോ ഒക്കെ പോകുമ്പം പൊടി പറക്കുന്ന അറിയാമല്ലോ. ഇത് ഒന്നും രണ്ടും പശുക്കളല്ലല്ലോ, ഒരുപാട് പശുക്കൂട്ടങ്ങളല്ലേ, കുട്ടിയും തള്ളമാരും അതിൻ്റെ എല്ലാമായിട്ട് ഗോപിമാരും എല്ലാവരുടെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ എല്ലാം പൊടി കൊണ്ടങ്ങ് ധൂളിതമായി. കാളകൾ തമ്മിൽ കുത്തി കുതർന്നു ഗോവത്സങ്ങൾ നീളവേ ഓടിക്കൊണ്ട് ധ്വനിച്ചും പൈകറക്കും നാദവും. അപ്പോൾ കാളകളും ഉണ്ട്, പശുക്കൾ പ്രസവിക്കുന്ന കുട്ടികളെല്ലാം വലിയ വലിയ കാളകളും ആവും. അപ്പോൾ കാളകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, കുത്തി കുതർന്ന് ഗോവത്സങ്ങൾ പശുക്കുട്ടികൾ നീളവേ ഓടിക്കൊണ്ട് ഈ വലിയ വലിയ കാളകളിങ്ങനെ കുത്തി തകർക്കുമ്പോൾ ഈ പശുക്കുട്ടികൾ പായുന്നിട്ട് എന്ത് ചെയ്യും, ഗോവത്സം പശുക്കുട്ടി, വത്സം കുഞ്ഞ് കുട്ടികൾ നീളവേ ഓടിക്കൊണ്ട് ധ്വനിച്ചും ശബ്ദം ഉണ്ടാക്കി എന്താ പൈകറക്കം നാദവും ഇടയ്ക്കിടയ്ക്ക് അതുമുണ്ട്. ഓരോരോ വീട്ടിൻ്റെ ഭാഗത്ത് ചെല്ലുമ്പോൾ തേരിലിങ്ങനെ പോകുമ്പോൾ ചില വീടുകളിലൊക്കെ പശുവിനെ കറക്കുന്ന സമയമായിരിക്കും, ആ നാദവും കേൾക്കാം. അപ്പോൾ പൈകറക്കം നാദവും നീളവേ ഓടിക്കൊണ്ട് ധ്വനിച്ചും പൈകറക്കും നാദവും ബാലന്മാർ തൻ വേണുക്കൾ നാദങ്ങളും. കുട്ടികളും അവരുടെ കയ്യിലും ഉണ്ട് എന്താ ഓടക്കുള്ള നാദം, ഭഗവാന്റെ ഓടക്കുള്ള ചില കുട്ടികൾ അവരുടെ കയ്യിലും ഉണ്ട്. കുട്ടികൾ വേണുക്കൾ നാദങ്ങളും പുല്ലാങ്കുഴല നാദവും പശുവിനെ കറക്കുന്ന നാദവും ആദരവോട് ദീപം കൊളുത്തിക്കൊണ്ടുവരും. ചിലരെന്ത് ചെയ്യും, ചില വീട്ടിൻ്റെ വാതിക്കൽ ചിലപ്പോൾ അവിടെ ഉള്ളൊരു ദീപം ആദരവോട് തന്നെ ഭക്തിയാമണ്ണം ദീപമൊക്കെ കത്തിച്ചു കൊണ്ടുവരും. കാരണം സന്ധ്യാസമയമല്ലേ, വിളക്കെത്തിക്കണ്ടേ. അങ്ങനെ ദീപം കൊളുത്തിക്കൊണ്ടുവരും. ഗോപിമാർ മെയിൽ അണിഞ്ഞിരിക്കും ഭൂഷണത്തിൻ ദീപശോഭയുമായി വിളങ്ങിയിടുന്നു ചിലർ. അങ്ങനെ ഗോപിമാരുടെ മെയിൽ അണിഞ്ഞിരിക്കുന്ന ഭൂഷണം അത് എന്നുവെച്ചാൽ നമ്മുടെ കഴുത്തിൽ മാലകൾ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് വരും, ഈ ദീപത്തിൻ്റെ പ്രകാശം നമ്മുടെ കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഈ പ്രകാശം കൊണ്ട് ഈ ആഭരണങ്ങളൊക്കെ എന്ത് വരും, മെയിൽ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്നത് ഭൂഷണം, എന്താ പറയുക, മാല ആഭരണങ്ങൾ ദീപശോഭയുമായി വിളങ്ങിയിടുന്നു ചിലരുടെ ദേഹത്തിറങ്ങുന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം നല്ല തിളക്കമായിരിക്കും പ്രകാശം കൊണ്ട്. അവർ വിളക്ക് കത്തിച്ചിങ്ങനെ ഇറായത്തേക്ക് കൊണ്ടുവരാനായിട്ട് ആദരവോടുകൂടി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണല്ലോ ഈ വിളക്ക് കത്തിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അവിടെ ശരീരത്തിളക്കുന്ന ഈ ആഭരണങ്ങളെല്ലാം നല്ല ദീപശോഭ കൊണ്ട് തിളങ്ങും. അങ്ങനെ ഗോപിമാർ മെയിൽ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന ഭൂഷണത്തിൻ, അതായത് ഈ ആഭരണത്തിൽ ദീപശോഭയുമായി ഈ ദീപത്തിൻ്റെ ശോഭയും കൂടെ കൂട്ടി ഇണങ്ങി വിളങ്ങിയിടുന്നു ചിലർ. ഗോവിന്ദൻ തൻ്റെ ശീലലീലാദി ഗുണങ്ങളും ഗോപികൾ ആനന്ദത്തോടെ എങ്ങനെ ചൊല്ലുന്നത്. അപ്പോൾ എന്തൊക്കെയോ ഉണ്ടവിടെ. ഗോവിന്ദൻ തൻ്റെ ലീലാദി ഗുണം, ഭഗവാന്റെ ശീലങ്ങളും ലീലകൾ അവിടെ ഉള്ള സമയത്ത് എന്തായിരുന്നു ഭഗവാൻ അവിടെ കാണിച്ചു കൂട്ടിയതെല്ലാം, ശീലങ്ങൾ, ആ ലീലകൾ, കളികൾ, ഇതെല്ലാം ഗോപികൾ ആനന്ദത്തോടെ അങ്ങനെ ചൊല്ലും. വിളക്കം കത്തിച്ചുകൊണ്ട് വെറുതെ അല്ല വരുന്ന ഭഗവാനെ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് രാമനെയും കൃഷ്ണനെയൊക്കെ ഇങ്ങനെ ആനന്ദത്തോടെ അവർ ചെയ്ത ശീലങ്ങൾ, ഭഗവാന്റെ എന്തൊക്കെയാ അവിടെ ചെയ്തിട്ടുള്ള ഗുണങ്ങളും കളികളും ഭഗവാന്റെ ശീലങ്ങൾ എന്താ വെച്ചാൽ അതെല്ലാമാണ് അവിടെ സന്ധ്യാനാമം. നമ്മളിവിടെ അങ്ങനെയല്ലേ ചെല്ലുന്നത്. കൃഷ്ണ എന്ന് പറയാം, നമ്മൾ എന്തൊക്കെയാ പറയാ, കാലികളെ മേയ്ക്കും കൃഷ്ണൻ, അങ്ങനെ ഒരു പാട്ട് ഞാൻ തന്നെ എഴുതിയില്ലേ. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം അവരും അവിടെ ചൊല്ലുന്നതെന്ന് അർത്ഥം. ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അവരുടെ ഒരു ആനന്ദം ഒന്ന് ആലോചിച്ചു. ഞാനിത് ഇപ്പോഴാണ് സത്യത്തിൽ ഓർക്കുന്നത്. നമ്മളിവിടെ ചെയ്യുന്നത് തന്നെയാണ് അവരും അവിടെ ചെയ്യുന്നത്. അവരെ കണ്ടായിരിക്കും നമ്മളും പഠിച്ചതെന്ന് ചിന്തിക്കാം. ഞാൻ അങ്ങനെ അല്ലെങ്കിലും നമ്മുടെ രക്ഷകർത്താക്കളൊക്കെ ഇങ്ങനെ നമുക്ക് പറഞ്ഞത് ഇങ്ങനെയെല്ലാം ആണല്ലോ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പഠിച്ച് ഇവിടം വരെ എത്തി. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഗോപിമാർ മെയിൽ അണിഞ്ഞിരിക്കും ഭൂഷണത്തിന് ദീപശോഭയുമായി വിളങ്ങിയിടുന്നു ചിലർ. ഗോവിന്ദൻ തൻ്റെ ലീലാദി ഗുണങ്ങളും ഗോപികൾ ആനന്ദത്തോടെ അങ്ങനെ ചൊല്ലുന്നതും. അപ്പോൾ അവിടുത്തെ സ്ത്രീകൾ ഇങ്ങനെ ആനന്ദത്തോടെയാണ് ചൊല്ലുന്നത്. അത്
കേട്ടുകേട്ട കക്കാമ്പിൽ ഏറ്റവും ആനന്ദം പൂണ്ടു. ആരാണ് കേട്ടുകേട്ട ആനന്ദം പൂണ്ടത്? ഉദ്ധവർ. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ എന്താണ് ഈ ഗോപികളെല്ലാം വിളക്ക് കത്തിച്ചുകൊണ്ട് വരുന്നു. ചിലർ പശുക്കളെ കറക്കുന്ന നാദം, ഓടക്കുള്ളിൽ ഊതുന്ന നാദം, ഗോപസ്ത്രീകൾ ഭഗവാന്റെ ശീലലീലാതി ഗുണങ്ങളെല്ലാം പാടി ആനന്ദത്തോടെ അങ്ങനെ കഴിയുന്നത് ഇതെല്ലാം കേട്ട് ആനന്ദം കൊണ്ട് ഉദ്ധവർ. എന്നിട്ട് ഗോഷ്ഠവാസികൾ പുരം പുക്കിത് ഉദ്ധവർദാനം. അത് ഗോഷ്ഠവാസികൾ വെച്ചാൽ അവിടുത്തെ ഗോകുലവാസികൾ, ഗോകുലവാസികളുടെ പുരം പുക്കിത് ഉദ്ധവർദാനം. അപ്പോൾ ഭിത്തികൾ തോറും ദിവ്യമൂർത്തികൾ ചിത്രം കണ്ടു. ചിത്തമോഹനം പൂണ്ട് ചെന്നൊരു ഉദ്ധവർ തന്നെ കണ്ടപ്പോൾ നന്ദൻ താനും മണ്ടിച്ചെന്നകം പോയി. ഇന്ദ്രതീർത്ത അർഘ്യാദികൾ കൊണ്ട് പൂജിച്ചു. പിന്നെ തന്നെ ശയ്യതന്മേൽ കിടത്തി മാനിച്ചുടൻ വന്നൊരു മാർഗ ഖേദമൊക്കവേ നശിപ്പിച്ചു. അതായത് അദ്ദേഹം എവിടെ ഇതെല്ലാം കണ്ട് ആനന്ദിച്ച് എവിടെ ചെന്നു? ഗോഷ്ഠവാസികൾ പുരം പുക്കിയത് ഉത്തവർദാനം. യഥാർത്ഥമായ ഭഗവാന്റെ അവിടെ ഗോഷ്ഠവാസികൾ ഗോകുലത്തിൽ അവിടെ ചെന്നു. അപ്പോഴെന്താ ഭിത്തികൾ തോറും എന്തായിരിക്കുന്നത്? അവിടെയൊക്കെ ഓരോ വീട്ടിൻ്റെ ഭിത്തികളിൽ ദിവ്യമൂർത്തികൾ ചിത്രം കണ്ടു. ദിവ്യമൂർത്തികൾ വെച്ചാൽ ഭഗവാന്റെയൊക്കെ പടങ്ങളൊക്കെ ഇങ്ങനെ വരച്ച്, ഭഗവാനൊക്കെ അവിടെ ഇല്ലല്ലോ, അപ്പം നമ്മളും അത് വെച്ചല്ലേ ഇവിടെ പൂജിക്കുക. നമ്മുടെ എല്ലാ ഹൈന്ദവരുടെ എല്ലാം വീടുകളിൽ ഭഗവാൻ കൃഷ്ണൻ്റെയോ രാമൻ്റെയോ എല്ലാം ഫോട്ടോകൾ നമ്മളും വയ്ക്കുന്നത് അതുപോലെയാണ്. അവർക്കന്ന് കാലത്ത് ഫോട്ടോ കാണത്തില്ല. അവർ ഭിത്തികളിലെല്ലാം ഭഗവാന്റെ ചിത്രം വരച്ച് വെച്ചേക്കുന്നത്. ഉത്തവർ ചെല്ലുമ്പോൾ എന്താ കാണുന്നത്? പിന്നെ ഭിത്തികൾ തോറും ദിവ്യമൂർത്തികൾ ചിത്രം കണ്ടു. നല്ല നല്ല പടങ്ങൾ, ഭഗവാന്റെ ദിവ്യമൂർത്തികൾ വെച്ചാൽ ഭഗവാന്റെയൊക്കെ രാമൻ്റെയൊക്കെ ചിത്രങ്ങൾ കണ്ട് ചിത്തമോഹനം കൊണ്ട് ചെന്നൊരു ഉത്തവർ തന്നെ കണ്ടപ്പോൾ, അങ്ങനെ ചിത്തമോഹനം കൊണ്ട് ഈ ഭഗവാന്റെയൊക്കെ ചിത്രങ്ങളിങ്ങനെ ഭിത്തിയിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്ത് വന്നു? ചിത്തമോഹനം, മനസ്സ് സന്തോഷമായിട്ട് ചെന്നു. അപ്പോൾ ഉദ്ധവർ തന്നെ ആര് കണ്ടു? നന്ദൻ താനും അവിടുത്തെ പിതാവായ നന്ദഗോപർ കണ്ട് മണ്ടിച്ചെന്നകം പോകി ചെന്ന് പെട്ടെന്ന് തന്നെ അവിടേക്ക് ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് മണ്ടി ഓടിച്ചെന്ന്. അദ്ദേഹത്തിന് അറിയാമല്ലോ ഉദ്ധവർ, അതാണ് അദ്ദേഹം മധുരയിലുണ്ടായിരുന്നല്ലോ. കംസനെ വധിക്കുന്ന സമയത്ത് നന്ദഗോപർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉദ്ധവരെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. വൃന്ദാവനത്തിൽ ആദ്യമായിട്ടാണ് ഉദ്ധവർ ചെല്ലുന്നത്. പക്ഷേ നന്ദഗോപർക്ക് അറിയാം ഇത് ഉദ്ധവരാണെന്ന്. അവിടെ കുറച്ച് കണ്ടിട്ടുണ്ട് മധുരയിൽ വെച്ച്. അതുകൊണ്ട് ഉദ്ധവരെ കണ്ടപ്പോൾ തന്നെ ഈ പിതാവായ നന്ദഗോപര് മണ്ടി ചെന്ന് ഓടിച്ചെന്ന് അകം പൂജിച്ച് ഇണ്ടതീർത്ത് ആർഘ്യാദികൾ കൊണ്ട് പൂജിച്ചു. പിന്നെ എല്ലാം അദ്ദേഹത്തിനെ പൂജിച്ച് സൽക്കരിച്ച് പിന്നെ തന്നുടെ ശയ്യതന്മേൽ കിടത്തി മാനിച്ചുടാം. അപ്പോൾ ക്ഷീണിച്ച് വന്നതല്ലേ, എത്രയോ ദൂരം വണ്ടിയിൽ രഥത്തിലിങ്ങനെ കിടുകിടുകിടാന്ന് പറഞ്ഞ് പോകണമല്ലോ. നമ്മൾക്ക് അന്ന് കാറോ വല്ലതും ആണോ? അപ്പോൾ എത്രത്തോളം ദൂരം ഉണ്ടെങ്കിൽ അത്രയും കുലുങ്ങി പോകുമ്പോൾ ദേഹത്തിനൊക്കെ ക്ഷീണവും കാണും. അപ്പോൾ തന്നുടെ ശയ്യതന്മേൽ ആ നന്ദഗോപരുടെ കിടക്കയിൽ തന്നെ അദ്ദേഹത്തിനെ കിടത്തി മാനിച്ച് വന്നൊരു മാർഗ ഖേദമൊക്കവേ നശിപ്പിച്ചു. അവിടുന്ന് യാത്ര ചെയ്ത ക്ഷീണങ്ങൾ, ഖേദം അതൊക്കെ ഇല്ലാതെ നശിപ്പിച്ചത്. അതെല്ലാം ക്ഷീണമൊക്കെ പോക്കി ആദരവോട് ചോദിച്ചിടിനാർ. ആദരവോടെ എന്നിട്ട് ക്ഷീണമൊക്കെ പോക്കി പൂജിച്ച് സൽക്കരിച്ച് എല്ലാം കൊടുത്ത് ശയ്യത്തിനെ കിടത്തി ക്ഷീണങ്ങളൊക്കെ മാറ്റിയിട്ട് ആദരവോട് അദ്ദേഹം ചോദിക്കുകയാണ്, മമ ജീവൻ, അതായത് മമ എന്ന് വെച്ചാൽ എൻ്റെ ജീവന്. അതായത് നന്ദഗോപർ ചോദിക്കുന്നു, മമ എൻ്റെ, മമ ജീവനാകിയ വസുദേവ നന്ദനന്മാരും നന്നായി മോദത്തെ പൂണ്ടു വസിക്കുന്നിതോ മഹാമതേ. എൻ്റെ ജീവനാകിയ നന്ദഗോപർ പറയുന്നു, എൻ്റെ ജീവനാകിയ വസുദേവ ഭഗവാനി, എൻ്റെ മകൻ നല്ല പറഞ്ഞത് എൻ്റെ ജീവൻ എന്ന് പറഞ്ഞു. പക്ഷേ മകൻ ആരുടെയാ? വസുദേവരുടെ. അത് നമ്മൾ ചിന്തിക്കണം. മമ ജീവനാകി, എൻ്റെ നന്ദഗോപരുടെ ജീവനാണ്, പക്ഷേ വസുദേവ നന്ദനന്മാരെന്നാ പറഞ്ഞേ. നന്നായി മോദത്തെ പൂണ്ട് വസിക്കുന്നതോ? ചോദ്യം. എൻ്റെ നന്ദഗോപർ പറഞ്ഞു എൻ്റെ ജീവനാണ് ഭഗവാൻ കൃഷ്ണനും രാമനും. ആ ജീവനാകിയ എന്നാലോ വസുദേവ നന്ദനന്മാരാണ്, വസുദേവരുടെ കുട്ടികളാണ്, മക്കളാണ്. അവർ നന്നായി അവിടെ വെപ്രാളമുണ്ട്. അത്രത്തോളം കുഞ്ഞിന് വേണ്ടി ജീവിച്ചവരാണ് ഈ രണ്ടുപേരും, യശോദയും നന്ദഗോപരും. അപ്പോൾ ഈ കുഞ്ഞ് സമയത്തിന് ആഹാരം ഉണ്ടോ, എന്ത് കഴിച്ചു, ഇടയ്ക്കുള്ള വെപ്രാളം കുറച്ച് നാളത്തേക്ക് കാണും. എത്രത്തോളം നമ്മൾ ചിന്തിച്ചാണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അപ്പോൾ വേറൊരു അവർക്ക് സ്വന്തം അമ്മയും അച്ഛനൊക്കെ തന്നെ എങ്കിലും
അത്രത്തോളം നോക്കിക്കൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് എൻ്റെ കുഞ്ഞ് ഇന്ന സമയത്താണല്ലോ ഇന്നത് കഴിക്കുന്നത്, ഇന്ന സമയത്താണല്ലോ വെണ്ണ കഴിക്കുന്നത്, ഇങ്ങനെയുള്ള ചിന്തകൾ മാതാപിതാക്കൾക്കുണ്ടാകും. അതിന് എത്ര ഇനി അമ്മയും അച്ഛനുള്ള അവർക്കിത് ഒന്നേന്ന് ആയി തുടങ്ങണം. അവർ ശീലിച്ചിട്ടില്ല ഈ വസുദേവരും ദേവകിയും. പക്ഷേ ഇവർ എത്രയോ നാളുകൊണ്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു നേരം, ആ നേരം വരുമ്പോൾ അവർക്കുള്ള ഉള്ളത്തിൽ പിടപ്പുണ്ടാവും. അതുകൊണ്ട് ചോദിക്കുന്നു, മമ ജീവനാകിയ വസുദേവ നന്ദനന്മാരും നന്നായി മോദത്തെ പൂണ്ട് വസിക്കുന്നിതോ? അവർക്ക് സന്തോഷമുണ്ടോ? സന്തോഷത്തോടെയാണോ അവർ വസിക്കുന്നത്? മഹാമതേ ഉദ്ധവരെ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഇത്രയും മതി. നമുക്ക് മനസ്സിലാക്കാം വളർത്തച്ഛനോടും ഭർത്തമ്മയുള്ള ഇത് കാരണം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നവർ സ്വന്തം മക്കളെ വളർത്തിയെടുക്കുന്നവർക്കേ അറിയൂ. എൻ്റെ കുഞ്ഞ് അയ്യോ ഇപ്പം അങ്ങതിലോട്ട് പോയേക്കാണ്, അവൻ ഈ സമയത്ത് ഇപ്പം ഇന്നത് കഴിച്ചുകൊണ്ടിരിക്കുന്നവൻ അവനെ പെട്ടെന്ന് പോയി കൊണ്ടുവരുന്നു പറഞ്ഞാൽ നമ്മളങ്ങനെയല്ലേ, ഒരു വെപ്രാളമല്ലേ, കുഞ്ഞുങ്ങളെ വളർത്തുന്നവർക്കല്ലേ അറിയൂ അതിൻ്റെ ദുഃഖം. എങ്ങും വിടാൻ തോന്നത്തില്ല. കുട്ടികൾക്ക് സമയാസമയങ്ങളിൽ എന്താ കൊടുത്തോണ്ടിരിക്കുന്നവർക്കേ അറിയൂ. അതാ നമ്മുടെ ചിന്ത. എൻ്റെ കുഞ്ഞ് ഇപ്പം എന്ത് കഴിച്ചു, ഇത്ര മണിക്ക് ഇന്നത് കൊടുക്കുന്നതാണ് സ്ഥിരം. അങ്ങനെയൊക്കെ നമ്മൾ ഓർക്കും. ഇന്ന സമയത്താണ് അവനെ ഞാൻ കുളിപ്പിക്കുക, ഇന്ന സമയത്ത് അവൻ ഇന്നത് കഴിക്കണം, അങ്ങനെ ഓരോന്നും. അപ്പോൾ ആ ഒരു പിടപ്പ് കുറച്ച് നാളത്തേക്ക് കാണും അച്ഛനും അമ്മയ്ക്കും. അതാണ് അദ്ദേഹത്തിന് മമ ജീവനാണ്. നന്ദഗോപർ പറയുന്ന മമ ജീവനാകിയ വസുദേവ നന്ദനന്മാരും നന്നായി, അവർക്ക് സന്തോഷമുണ്ടോ അവിടെ? അദ്ദേഹത്തിന് സംശയം. കാരണം ഇവിടെ കൊടുത്ത സുഖം അവിടെ കിട്ടുമോ എന്നൊരു സംശയം. പക്ഷേ ചിലപ്പോൾ ഇതിനേക്കാൾ സുഖമായിരിക്കും അവിടെ. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ലേ ചിന്തിക്കാൻ പറ്റൂ, അദ്ദേഹത്തിന് അതല്ലേ അറിയാവൂ. അദ്ദേഹം അത്രമാത്രം സ്നേഹിച്ചല്ലേ വളർത്തിയത്. അതുകൊണ്ടാണ് അങ്ങനെ സന്തോഷത്തോടെ അവരവിടെ വസിക്കുന്നതോ മഹാമതേ ഉദ്ധവരെ എന്ന് ചോദിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെയുള്ള ഭഗവാൻ കൃഷ്ണനാണ്, എന്താ പറയുക. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.